أعوذ بالله നിങ്ങളൊന്ന് ഓതിക്കോളി أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. ഓക്കെ അടുത്ത ആളോട്. بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. ഹലോ ഓതിക്കോളി. بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون
تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترؤن الجحيم ثم لترؤنها عين اليقين ثم لتسألن يومئذ عن النعيم. ശ്രദ്ധിക്കാനുള്ളത് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മക്കാബിർ, അവിടെ എന്താ ചെയ്യേണ്ടത്? ആ റാഇനെയാണ് ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്. ആ റാ ഉച്ചരിക്കുമ്പോൾ രി എന്ന് ഉച്ചരിക്കണം. മക്കാബിർ മക്കാബിർ. എന്താ കാരണം എന്ന് വെച്ചാൽ പിന്നെ റാഇൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് കെസ്റ് വരിക, റാഇന് സുക്കൂനും വന്നാൽ റ എന്നല്ല ഉച്ചരിക്കുക, ര എന്നാണ് ഉച്ചരിക്കുക. വ്യത്യാസമുണ്ട്. ഇതിന് പറയാം തഫീമായിട്ട് ഉച്ചരിക്കുക. റ എന്ന് ഉച്ചരിക്കണതിന് പറയാം തഫീം, ര എന്ന് ഉച്ചരിക്കണതിന് പറയാം തർക്കീക്ക് എന്നാ പറയാം. എന്ന് പറഞ്ഞാൽ ഒന്ന് സ്വരഭാരത്തോടു കൂടി ഉച്ചരിക്കുക, രണ്ട് സ്വരഭാരമില്ലാതെ ഉച്ചരിക്കുക. അപ്പോൾ റാഇന് സുക്കൂന് വരിക, തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കെസ്റും വന്നാൽ സ്വരഭാരമില്ലാതെ അറബിയിൽ അതിന് പറയാം തർക്കീക്കായിട്ട് ഉച്ചരിക്കുക എന്നാ, തർക്കീക്കായിട്ട് ഉച്ചരിക്കുക. അങ്ങനെ ഉച്ചരിക്കണം എന്നാ. അപ്പോൾ ഓതേണ്ടത് മക്കാബിർ എന്നല്ല, മക്കാബിർ മക്കാബിർ എന്ന ഉച്ചാരണമാണ് വരിക. അതാണ് ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ തലമൂൻ എന്നുള്ളത് നീട്ടേണ്ടത് വാവിൻ്റെ ശേഷം പിന്നെ വാവ് പിന്നെ എന്തിൻ്റെ അക്ഷരത്തിൽപ്പെട്ടാണ്? നീട്ടാനുള്ള അക്ഷരമാണ്. അതിൻ്റെ ശേഷം നൂന് വരെ ഏത് അക്ഷരം വന്നോട്ടെ അവിടെ നമ്മൾ സ്റ്റോപ്പും ചെയ്താൽ 4 മുതൽ 6 കതിർ വരെ നീട്ടി തന്നെ ഉച്ചരിക്കണം. അപ്പോൾ ഓതേണ്ടത് കല്ലാ സൗഫ തഅലമൂൻ. ഏത്? അവിടെ റായിന് സുക്കൂനില്ല. ഉണ്ടോ? അവിടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണ്ടോ? ഇല്ല. കാഫിരീൻ രീൻ. ഇത് എന്താ വെച്ചാൽ ഇതാണ് നിയമം. റായിന് കെസ്റ് വരിക 1, 2 റായിന് സുക്കൂന് വരിക. ഇതാണ് ശരിക്ക് തർക്കീക്കായിട്ട് ഉച്ചരിക്കാനുള്ള പിന്നെ ഓതേണ്ട സ്ഥലം. എന്നാൽ റായിന് ലൊമ്പ് വന്ന റൂ നൗദ കാഫി റൂൻ, മറ്റേത് കാഫിരീൻ ര എന്ന ഉച്ചാരണമാണ് വരിക. റു എന്ന് വന്നാൽ എന്താവും? കാഫി റൂൻ. കുഫ്റാന റ എന്ന് വന്നാലും റ എന്ന ഉച്ചാരണമാണ് വരിക. അതാണ് അതിൻ്റെ വ്യത്യാസം. റായിന് കെസ്റ് വരിക, അല്ലെങ്കിൽ സുക്കൂന് വരിക, അല്ലെങ്കിൽ സുക്കൂന് മുമ്പുള്ള അക്ഷരത്തിന് കെസ്റും വന്നാൽ എന്ത് ചെയ്യണം? ര എന്ന ഉച്ചാരണമാണ് ഉച്ചരിക്കേണ്ടത്. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് തഅലമൂൻ എത്ര നീട്ടണം എന്നുള്ളതാണ്. അതൊക്കെ 4 മുതൽ 6 കതിർ വരെയാണ് നീട്ടേണ്ടത്. ഇനി മറ്റൊരു ഓത്തുണ്ട്. കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂന കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണ്ട? കല്ലാ സൗഫ തഅലമൂൻ കുറേ നീട്ടണ്ട. നിങ്ങൾ പിന്നെ നിർത്താതെ പോവുകയാണെങ്കിൽ എന്താ മതി? ഈ രണ്ട് കതിർ നീട്ടിയാൽ മതി. അപ്പോൾ ഓതേണ്ടത് കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. എവിടെയാണോ നിർത്തുന്നത് അവിടെ മാത്രം നീട്ടിയാൽ മതി എന്നർത്ഥം. പിന്നെ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ 4 മുതൽ 6 കതിർ വരെ അവിടെ നീട്ടണം. പിന്നെ ലതറവുന്ന ആ നൂനിന് എന്ത് ചെയ്യണം? ഉന്നത്ത് ചെയ്യണം എന്നാ. ആ കരിമൂക്ക് ധരിപ്പിച്ചുകൊണ്ടുള്ള ശബ്ദം ഉണ്ടാക്കണം. അപ്പോൾ ലതറവുന്നൽ ജഹീം, ആ ജഹീമും അതേപോലെ നീട്ടണം. ഇനി ഒരാളവിടെ സ്റ്റോപ്പ് ചെയ്യണില്ല, അങ്ങനെ ഓതാ ലതറവുന്നൽ ജഹീമ സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ, അങ്ങനെ ഓതാ. പിന്നെ സുമ്മ അവിടെയും മണിക്കണം. ലതുസ് അലുന്ന അവിടെയും മണിക്കണം. യൗമ ഇതിൻ അനിൻ നഈം, അനിൻ നഈം എന്ന് ഓതിയാൽ പോരാ, അനിൻ നഈം അവിടെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നഈം നീട്ടിയിട്ട് ഉച്ചരിക്കണം. ഇനി അതേപോലെ ഒന്നുകൂടി ഓതി വയ്ക്കാൻ അൽഹാക്കും മുത്തക്കാസുർ എല്ലാവരും കൂടി. كلا سوف تعلمون ثم كلا سوف تعلمون
كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. എന്തെങ്കിലും ഡൗട്ട് തജ്വീദിൽ ക്ലിയർ ആവണ്ടോ? ഏതെങ്കിലും എന്തും ചോദിക്കാട്ടോ. എവിടെ അവിടെ എന്താവുണ്ടെന്ന് പറഞ്ഞങ്ങള് ബ്രേക്ക അങ്ങക്ക് നിന്നുകൊണ്ട് ശരി, അത് ജനറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും, അത് ഓരോരുത്തർക്കും ഓരോ ചിലപ്പോൾ ചില ഉച്ചാരണം ശരിയാവില്ല. അവിടെ നിയമം എന്താന്ന് വെച്ചാൽ യൗമ ഇതിൻ എന്ന് പിന്നെ ഇൽഹാർ ചെയ്യേണ്ടതേ ഉള്ളൂ, അവിടെ മണിക്കാനൊന്നുമില്ല. യൗമ ഇതിൻ അനിന്നഴിയും അത്രേ ഉള്ളൂ. വേറെന്തെങ്കിലും അർത്ഥം പറഞ്ഞോളി. തക്കാസുർ എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്താ പറഞ്ഞു? രണ്ടാഴ്ച നമ്മൾ എടുത്തിട്ടുണ്ടായില്ല. തക്കാസുർ പെരുമ നടിക്കുക, പെരുമ നടിക്കുക എന്നതാണ് പദത്തിൻ്റെ അർത്ഥം. അൽഹാക്കുമുത്തക്കാസുർ പരസ്പരം പെരുമ നടിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു, ലഘുവിലാക്കിയിരിക്കുന്നു. ഹത്താ ദുർത്തുമുൽ മക്കാബിർ ശ്മശാന സ്ഥലം നിങ്ങൾ സന്ദർശിക്കുന്നത് വരെ ആ പെരുമ നടിക്കലുണ്ടാവും എന്നുള്ളതാണ്. കല്ല ഒരിക്കലുമല്ല, സൗഫ തഅലമൂൻ വഴിയെ നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. സുമ്മ കല്ല വീണ്ടും ഒരിക്കലുമല്ല, സൗഫ തഅലമൂൻ നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. കല്ല ലൗ തഅലമൂന ഇൽമൽ യഖീൻ ദൃഢമായ ആ അറിവ്, ഉറപ്പായ അറിവ് നിങ്ങൾ അറിയുന്ന പക്ഷം ലതറവുന്നൽ ജഹീം നരകം നിങ്ങൾ കണ്ണുകൊണ്ട് കാണുക തന്നെ ചെയ്യും. സുമ്മ ലതറവുന്നഹ ഐനൽ യഖീൻ ആ നരകത്തെ നിങ്ങൾ വീണ്ടും കാണും. സുമ്മ ലതുസ്അലുന്ന യൗമ ഇതിൻ അനിൻ നഈം ആ സുഖസൗകര്യങ്ങളെപ്പറ്റി, ദുനിയാവിലുള്ള സുഖസൗകര്യങ്ങളെപ്പറ്റി അന്ന് നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളത്. ഇവിടെ അൽഹാക്കുമുത്തക്കാസുർ നമ്മൾ പഠിച്ചതാണ്. എന്ത് അൽഹ നമ്മൾ പറഞ്ഞിരുന്നത്? ലഹുവൊക്കെ നമ്മൾ പറഞ്ഞില്ലേ ഇനി കഴിഞ്ഞ ആഴ്ച? അതെന്തായിരുന്നു? എന്ത് കളി? ലഹുവിനെ നമ്മൾ എന്താ പറഞ്ഞില്ലേ? അൽഹ എന്ന പദം ലഹുവ് എന്ന അറബി പദത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ലഹുവ് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുക വിനോദം എന്നുള്ളതിനാ. ആ വിനോദം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത് എന്താ? മറന്നുപോയോ? എന്ന് പറഞ്ഞാൽ ഓരോ കാര്യം സുപ്രധാനമായതുണ്ടാവും, പ്രധാനമായതുണ്ടാവും, ഏത് കാര്യം എടുത്താലും 3 രൂപത്തിലുണ്ടാവും. 1 വളരെ സുപ്രധാനമായത്, 2 പ്രധാനമായ കാര്യം തന്നെ പക്ഷേ അത്ര പ്രാധാന്യമല്ല എന്ന അപ്രധാനമായ കാര്യം ഉണ്ടാവും. അതിന് നമ്മളൊരു ഉദാഹരണമൊക്കെ പറഞ്ഞിരുന്നു. എന്തേനു? ഒരു മനഃശാസ്ത്ര അധ്യാപകൻ ക്ലാസ്സിലേക്ക് 3 കീസുമായിട്ട് വരുന്നു, ഒരു കാലി ബക്കറ്റുമായിട്ട് വരുന്നു. ആ ഒരു കീസിൽ വലിയ കല്ലുണ്ട്, രണ്ടാമത്തെ കീസിൽ ചെറിയ കല്ലുണ്ട്, മൂന്നാമത്തെ കീസിൽ മണലുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ഒരു കാലി ബക്കറ്റുണ്ട്. കുട്ടികളോട് ആ ബക്കറ്റിലെല്ലാം നിറക്കാൻ വേണ്ടി പറഞ്ഞു. ഓരോരുത്തരും ഓരോ കല്ലിട്ടപ്പോൾ മറ്റേ കല്ലിടാൻ പിന്നെ അതിൽ സ്ഥലമില്ല, സ്പേസ് ഇല്ല. അപ്പോൾ അധ്യാപകൻ പറഞ്ഞു കൊടുക്കുകയാണ്, വലിയ കല്ല് ആദ്യം ഇടണം, അതിൻ്റെ ഓൾസിലൂടെ ചെറിയ കല്ലിടണം, അതിൻ്റെ ഓൾസിലൂടെ മണലിട്ടാൽ ഈ ബക്കറ്റിൽ എല്ലാം കൊള്ളും. ഇതാണ് ഈ കാലി ബക്കറ്റാണ് നമ്മുടെ ജീവിതം, ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത്. ഈ കാലി ബക്കറ്റിനെ പോലെയാണ് ദുനിയാവിലെ ജീവിതം. ആ ജീവിതത്തിൽ നമ്മൾ സുപ്രധാനമായ കാര്യങ്ങൾ ആദ്യം ചെയ്യണം. അത്ര സുപ്രധാനമല്ല എന്നാൽ പ്രാധാന്യം തന്നെയാണ്, അത് രണ്ടാമത് ചെയ്യണം. മൂന്നാമതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പിന്നെ അത്ര പ്രധാനമല്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്തുണ്ടാവില്ല? നമ്മുടെ ജീവിതം അവസാനിക്കുമ്പോൾ തന്നെ എന്തുണ്ടാവില്ല? ഈ സുപ്രധാനമായ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സമയം കിട്ടാതെ നമ്മൾ ദുനിയാവ് ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ള. ആ പദാണ് അല്ലാഹു തആല ഇവിടെ ഉപയോഗിച്ചത്. അൽഹാക്കും നിങ്ങളെ ലഘുവിലാക്കി കളഞ്ഞിരിക്കുന്നു. നമ്മളൊക്കെ ഇങ്ങനെ വളരെ പ്രധാനമല്ലാത്ത അപ്രധാനമായ കാര്യങ്ങളുടെ പിന്നാലെ ഇങ്ങനെ ഓടും. പ്രധാനമല്ലാത്ത അപ്രധാനമായ കാര്യങ്ങളുടെ പിന്നാലെ ഇങ്ങനെ ഓടും. ഞാനും നിങ്ങളും ചെയ്യേണ്ട സുപ്രധാനമായ കാര്യങ്ങൾ അവിടെ ഉണ്ടാവും.
അത് ചെയ്യണുണ്ടാവില്ല. അത് ചെയ്യാതെ അപ്രധാനമായ കാര്യങ്ങളിലൂടെ ഇങ്ങനെ പോണതിനാണ് അൽഹ എന്ന പദം. ഇത് ഏതുവരെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്? ഹത്താ സുർത്തുമുൽ മക്കാബിർ, നിങ്ങൾ ശ്മശാന സ്ഥലം സന്ദർശിക്കുന്നവരെ അഥവാ ഖബർ സന്ദർശിക്കണം, മരിക്കുന്നത് വരെ മനുഷ്യൻ്റെ സ്വഭാവം ഇതായിരിക്കും എന്നുള്ള. അപ്പോൾ ഇവിടെ അത് പറയാനുള്ള കാരണം ബഹുഭൂരിപക്ഷം മനുഷ്യന്മാരും യഥാർത്ഥ വിശ്വാസം ഉൾക്കൊള്ളുന്നവരാവില്ല. അള്ള ഉണ്ടോ എന്ന് ചോദിച്ചാൽ അള്ള ഉണ്ട്. ആരാ മഴ വർഷിപ്പിക്കുന്നത്? അള്ളയാണ്. ആരാ നിങ്ങൾക്ക് റിസ്ക് നൽകണത്, അന്നം നൽകണത്? അള്ളയാണ്. അത് ഈ കഴിവ് നൽകുന്നത് ആരാ? ഒക്കെ അല്ല. നിങ്ങളെ സൃഷ്ടിച്ചതാരാ? ഒക്കെ അല്ല. അല്ല 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 എന്ന് നമ്മളിങ്ങനെ പറയും. പക്ഷേ നമ്മുടെ പല ജീവിതത്തിലെ രഹസ്യമായ കാര്യങ്ങൾ വരുമ്പോൾ ഈ അള്ളാഹുവിലുള്ള വിശ്വാസം നമുക്ക് പരിപൂർണമാവില്ല. അങ്ങനെ ആ പരിപൂർണമാവാതെ മനുഷ്യൻ്റെ ജീവിതം ഇങ്ങനെ കഴിഞ്ഞു പോകും. അതാണ് അൽഹാക്കുമുത്ത തകാസുർ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കണ മറ്റൊരർത്ഥം. ഇനി അള്ള പറയാം, അതുവരെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചിട്ടുണ്ട്. ഇനി പറയാം ഖല്ല. എന്തിനാ ഖല്ല എന്ന് അറബി പറയണത്? ഖല്ല എന്ന് പറഞ്ഞ രണ്ടർത്ഥമാണ്. ഒന്ന് ഹക്കൻ, ഉറപ്പായിട്ടും. ഖല്ല എന്ന് പറഞ്ഞാൽ ഒരർത്ഥം ഉറപ്പായിട്ടും, അല്ലെങ്കിൽ ഖല്ല അങ്ങനെയല്ല ഇങ്ങനെയാണ്, നേരത്തെ പറഞ്ഞതുപോലെയല്ല ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും എന്നർത്ഥം വെക്കുക. അപ്പോൾ ഖല്ല യാതൊരു സംശയവുമില്ല, ഉറപ്പായിട്ടും സൗഫ തഅലമൂൻ, നിങ്ങൾ വഴിയെ അറിഞ്ഞുകൊള്ളും. എന്താ അറിയുക? മനുഷ്യന് ഈ ജീവിതം കഴിഞ്ഞാൽ മറ്റൊരു ജീവിതമുണ്ടെന്നും ആ ജീവിതത്തോടൊപ്പം പിന്നെ അവിടെ ഹിസാബുണ്ട്, വിചാരണയുണ്ടെന്നും ആ വിചാരണ ദിനത്തിൽ നിങ്ങൾക്ക് നരകമാണോ സ്വർഗമാണോ നന്മയാണോ തിന്മയാണോ എന്നൊക്കെ അവിടെ വേർതിരിക്കപ്പെടുമെന്നും ദുനിയാവിലെ നിങ്ങളുടെ കർമ്മങ്ങൾക്കൊക്കെ പ്രതിഫലം നൽകപ്പെടുമെന്നും ഉള്ള ഒരു ദിവസം വരാനുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പായിട്ടും അറിയുക തന്നെ ചെയ്യും എന്നുള്ളത്. അള്ളാഹു ഇവിടെ ഇൽമ് എന്ന പദപ്രയോഗമല്ലേ ഉപയോഗിച്ചത്? ഇൽമ് എന്ന് അറിയണത് എന്തിനാ? എന്തൊക്കെ ഇൽമ് എന്ന് അറിയണത് എന്തിനാ? അറിവ്. എങ്ങനെയൊക്കെ ഇപ്പം നമുക്ക് അറിവ് കിട്ടുക? അറിവ് ഇപ്പോൾ എനിക്കിപ്പോൾ സംശയമുണ്ട്, അതൊരറിവല്ലേ? അല്ലേ? അതിനെന്താ അറബി പറയാം? ഷക്ക് അല്ലെങ്കിൽ റൈബ്. സംശയം. ഇതിപ്പോൾ ഞാൻ ചോദിക്കാം, അപ്പം നിങ്ങൾ ഇത് പേനയാണോ? അല്ലേ? എനിക്ക് സംശയമുണ്ട് ഇത് പേനയാണ്. നല്ലതൊരു അറിവാണ് അല്ലേ? ഒരറിവാണ്. എന്നാൽ നിങ്ങൾക്ക് ഷക്ക് കഴിഞ്ഞാൽ പിന്നുള്ളത് ഇൽമുൽ യഖീൻ. നിങ്ങൾക്ക് ഊഹം എന്ന് പറഞ്ഞിട്ടൊരു ഇത് വരൂലേ? ലന്ന് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ട്. ഇതൊക്കെ അറിവിൻ്റെ ഓരോ വകുപ്പാണ്. പിന്നെ പറയാം ഇൽമുൽ യഖീൻ, പിന്നെ പറയാം ഐനുൽ യഖീൻ, പിന്നെ പറയാം ഹക്കുൽ യഖീൻ. എന്താ അത് വ്യത്യാസം? ഷക്ക് ഒരറിവാണ്, ലന്ന് മറ്റൊരു അറിവാണ്. നിങ്ങളിപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഊഹിച്ചിട്ട് ഒരു കാര്യം കിട്ടൂലേ? ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല. പക്ഷെ അതൊരു അറിവല്ലേ? അറിവാണ്. പിന്നെ ഉറപ്പായിട്ടുള്ള ഒരു കാര്യം അതും ഒരു അറിവല്ലേ? ആണ്. പിന്നെ നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നതോ അതും അറിവാണ്. നിങ്ങൾ അനുഭവിക്കണതോ അതും അറിവാണ്. ഉദാഹരണമായിട്ട് അവിശ്വാസികളോട് അള്ളാഹുണ്ടോ എന്ന് ചോദിച്ചാൽ ഓലെന്താ പറയുക? ഇവിടെയുള്ള അവിശ്വാസികളായ ആളുകളോട് അള്ളാഹു ഉണ്ടോ, അല്ലെങ്കിൽ മുശ്രിക്കുകളോട് അള്ളാഹുണ്ടോ എന്ന് ചോദിച്ചാൽ അവരെന്താ പറയുക? അള്ള ഉണ്ട് എന്ന് തന്നെ അവർ പറയും. പക്ഷേ എന്താ അവർക്കുള്ള പ്രശ്നം? എന്താ? സംശയം ഉണ്ടാവും. നരകമുണ്ടോ സ്വർഗമുണ്ടോ ഉണ്ടെങ്കിൽ എന്നൊരു സംശയം ഉണ്ടാവും. പക്ഷെ അവിശ്വാസികളുടെ അറിവാണേത്? സംശയം എന്ന് പറയുന്നത്. ഊഹം അതും അവിശ്വാസികളുടെ ഒരറിവാണ്. എന്നാൽ വിശ്വാസിക്കുണ്ടാവുന്ന അറിവ് എന്താ? യക്കീനായ അറിവായിരിക്കും. വിശ്വാസിക്കുണ്ടാവുന്ന അറിവ് യക്കീനായ അറിവാണ്. ആ അറിവാണ് അവന് ഉണ്ടാവേണ്ടത്. അല്ലെങ്കിൽ എന്താവും? നമ്മൾ വിശ്വാസി എന്ന് പറഞ്ഞതിന് അർത്ഥമല്ല. ഒരാൾ വിശ്വാസി എന്ന് പറയണമെങ്കിൽ ഓന് യക്കീനായ അറിവുണ്ടാവണം. എന്ന് പറഞ്ഞാൽ നരകമുണ്ട്, സ്വർഗമുണ്ട്, അതിലോന് ഉറച്ച വിശ്വാസം വേണം.
യക്കീന് വേണം. യക്കീനില്ലാതെ ഇങ്ങനെ ചാഞ്ചല്യം ചെയ്താൽ അവിശ്വാസികളെ പോലെയാവും. അതുകൊണ്ടാണല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ നരകം സ്വർഗം വിചാരണ ഒന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നോക്കാം, അവിടെ നിന്ന് നോക്കിയാൽ പോരെ എന്ന ഒരു സംശയമാണ് ആർക്കുള്ളത്? അവിശ്വാസികൾക്കുള്ളത്. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംശയത്തിന് വകയില്ല. അതുകൊണ്ടാണ് ഒരു വിശ്വാസിക്കുണ്ടാവുന്ന സ്വഭാവമാണിത് ഇൽമുൽ യഖീൻ എന്ന് പറയുന്നത്. ഇനി ഐനുൽ യഖീൻ എന്ന് അറിയണതോ? ഐനുൽ യഖീൻ എന്ന് അറിയണതോ? ഐനുൽ യഖീൻ നമ്മളിപ്പോൾ ഞാൻ ഇപ്പം നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾക്കിപ്പം നല്ല വിശ്വാസമാണ് അല്ലേ? ഞാൻ തേൻ കച്ചവടക്കാരനാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് മാനാണ് നിങ്ങൾ സങ്കല്പിക്കാം. അപ്പോൾ ആ തേന് എൻ്റെ അടുത്തുനിന്ന് കിട്ടും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പുള്ള ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഉറപ്പിക്കും അല്ലേ? എന്നാൽ എൻ്റെ കയ്യിൽ ആ സാധനം കണ്ടാലോ അതിനേക്കാൾ ഉറപ്പിട്ടും. അതിനാണ് ഐനുൽ യഖീൻ എന്ന് പറഞ്ഞത്. എന്നാൽ എൻ്റെ കയ്യിലുള്ള ആ തേന് നിങ്ങൾ രുചിച്ചു നോക്കിയാലോ അതാണ് ഹഖുൽ യഖീൻ എന്ന് പറയുന്നത്. ഇതേപോലെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവും റസൂലും പറഞ്ഞ കാര്യമാണ് ഇത് ഇൽമുൽ യഖീൻ എന്ന് പറയുന്നത്. അള്ളാഹ് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു എന്നുള്ളതാണ് ഇത് ഇൽമുൽ യഖീൻ എന്ന് പറയുന്നത്. എന്നാൽ ആ അള്ളാഹ് പറഞ്ഞ കാര്യം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ആ നരകവും സ്വർഗവും അല്ലെങ്കിൽ ആ വിചാരണയൊക്കെ നാളെ മരിച്ചു ചെന്നിട്ട് കണ്ണുകൊണ്ട് ഇങ്ങോട്ട് കാണുമ്പോൾ, ആ നരകം കാണുമ്പോൾ അതാണ് ഐനുൽ യഖീൻ എന്ന് പറയുന്നത്. ആ നരകത്തിൽ അവിശ്വാസിയായ മനുഷ്യൻ അവിടെ ആ ശിക്ഷ അനുഭവിക്കുന്നതാണ് ഹഖുൽ യഖീൻ. അല്ലെങ്കിൽ വിശ്വാസിയായ മനുഷ്യൻ ആ സ്വർഗത്തിൽ പോകുന്നതാണ് ഹഖുൽ യഖീൻ. മനസ്സിലാവുന്നുണ്ടോ അപ്പം നിങ്ങൾക്കിത്? അപ്പോൾ നമുക്കിപ്പോൾ ഉള്ള ഒരു അറിവ് ഈ വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചകന്റെ സുന്നത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന അറിവ് എന്താണ്? ഇൽമുൽ യഖീനാണ്. ഇൽമുൽ യഖീൻ ആവണം. എന്തുകൊണ്ട്? ഒരിക്കലും കളവ് പറയാത്ത, ഒരിക്കലും തകരാറ് വരാത്ത, സംശയമില്ലാത്ത അറിവിനാണ് എന്ത് പറയാ? ഇൽമുൽ യഖീൻ എന്ന് പറയുക അല്ലേ? സംശയം ഉണ്ടായാൽ എന്തായി? താഴോട്ട് പോയി വിശ്വാസികളുടെ അറിവായി, അവിശ്വാസികളുടെ അറിവായി. സംശയമില്ലെങ്കിൽ അവിടെ എന്താണ്? അത് വിശ്വാസികളുടെ അറിവാണ്. അത് ഏതെന്ന് കിട്ടുള്ളൂ? വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സുന്നത്തുനിന്നും. എന്നാൽ ഐനുൽ യഖീൻ എന്ന് പറയുന്നതോ ആ ഖുർആൻ പറയുന്ന കാര്യം മരണത്തിന് ശേഷം സ്വർഗമുണ്ട്, അവിടെ വിചാരണയുണ്ട്, അവിടെ ജീവിതമുണ്ട് എന്നിപ്പം മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. ഈ പ്രപഞ്ച സൃഷ്ടാവ് ഇതൊക്കെ ഒരുപാട് തെളിവുകൾ നമുക്കിങ്ങനെ നിരത്തി തന്നിട്ട് ആ പ്രപഞ്ച സൃഷ്ടാവ് പറയുന്ന കാര്യം ആ പ്രപഞ്ച സൃഷ്ടാവിനെ പറ്റി മനസ്സിലാക്കുമ്പോഴാണ് അയാൾ പറഞ്ഞത് സത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. നിങ്ങളുടെ ഒരു ഗുരുനാഥൻ ഒരു ദീർഘകാലം 4-5 വർഷം നിങ്ങളെ പഠിപ്പിച്ചു എന്ന് സങ്കല്പിക്കാം. ആ ഗുരുനാഥനെ പറ്റി നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. അയാൾ പറയുന്നത് 100% ശരിയാവും എന്ന് നിങ്ങൾക്ക് ധാരണയുണ്ട്. എങ്കിൽ ആ ധാരണ ഉണ്ടാവുമ്പോൾ പിന്നെ നമ്മൾ കാണാത്തൊരു കാര്യം പറയുമ്പോഴും പിന്നെ നമ്മൾ കാണുമ്പോൾ എന്തുണ്ടാവും? ഒന്നുകൂടി ഉറപ്പ് കൂടൂലേ? അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹു ഉണ്ട്, പിന്നെ അള്ളാഹു പറഞ്ഞിട്ടുള്ള സ്വർഗമുണ്ട്, നരകമുണ്ട് എന്നല്ല ആദ്യം പറയേണ്ടത്. ഒരുപാട് പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെപ്പറ്റി ഇങ്ങനെ കാണിച്ചു തരാണ്. മോൾക്ക് നോക്കാൻ പറയാണ് ആകാശം, താഴെ ഭൂമി, ആ ഭൂമിയിൽ ഒരുപാട് സൃഷ്ടിജാലങ്ങൾ, ആകാശലോകത്ത് ഒരുപാട് സൃഷ്ടിജാലങ്ങൾ, ഇങ്ങനെ തുടങ്ങി ഈ പ്രപഞ്ചത്തെപ്പറ്റി പഠിക്കാനാണ് ആദ്യം പറയുന്നത്. ഈ പ്രപഞ്ചത്തെപ്പറ്റി പഠിക്കുമ്പോൾ അതിൽ നിങ്ങൾ ഏതിനെപ്പറ്റി പഠിച്ചാലും ആലോചിച്ച് നോക്കും, നിങ്ങൾ ഒരു പക്ഷിനെ പറ്റി പഠിച്ചാൽ തന്നെ പഠിച്ചുകൊണ്ട് നമുക്കത് മനസ്സിലാവും അല്ലേ? ഈ പക്ഷികൾ കണ്ടില്ല നിങ്ങൾ? സൂറത്തു മുൽക്കിൽ അള്ളാഹു താല പറയുന്നുണ്ട്, പക്ഷികൾ കൂട്ടം കൂട്ടായി പറക്കണ രംഗം പറയില്ലേ അല്ലേ? എത്ര കൃത്യമായിട്ടാണ് ആ കൂട്ടം തെറ്റാതെ പറന്നു പോണ പക്ഷികൾ. 250 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 11 ദിവസം നിൽക്കാതെ പറക്കണ പക്ഷികളുണ്ട്. എന്നിട്ട് ഈ കുവൈത്തിൽ നിന്ന് പോയിട്ട് ആ 11 ദിവസം തുടരെ തന്നെ അതിൻ്റെ പിന്നെ എവിടെയാണോ പോയത് അവിടേക്ക് തിരിച്ചു വരുന്ന പക്ഷികളൊക്കെ ഉണ്ട് അല്ലേ? ആരാണ് ഈ പക്ഷികൾക്ക് ഇങ്ങനെ പറക്കാനുള്ള കഴിവും അതിനുള്ള ശക്തിയും? നമ്മളൊക്കെ ഇപ്പോൾ ഗൂഗിൾ നോക്കിയിട്ട് മാപ്പ് നോക്കിയിട്ട് അപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോവാം. ഇതിനെ വല്ല ഗൂഗിളും നോക്കണോ പോയി തിരിച്ചു വരാൻ?
വേണ്ട. എന്നാ ഇതൊക്കെ താണ്ടി കിടക്കണില്ലേ? കടലുകൾ താണ്ടി കിടക്കുന്നുണ്ട്, മലകൾ താണ്ടി കിടക്കുന്നുണ്ട്, മരുഭൂമി താണ്ടി കിടക്കുന്നുണ്ട്. എന്നിട്ട് അതിനൊരു വഴി പോലും പയക്കണില്ല. അതതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി. എവിടെ നിന്നാണോ പോയത് അവിടേക്ക് തന്നെ തിരിച്ചു വരുന്ന ആ സ്വഭാവം നോക്കി നിങ്ങൾ. അപ്പോൾ ആ പക്ഷിയെ പറ്റി ഇങ്ങനെ ഏത് അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലത്തെപ്പറ്റി ചിന്തിക്കണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ സൃഷ്ടാവുണ്ട് എന്ന് നമുക്ക് ഉറപ്പാവുന്നതിനാണെന്ത്? യഖീനിയായ ഇൽമ്. അതുകൊണ്ടാണ് അള്ളാഹിനെ കണ്ടെത്താനാണ് ആദ്യം പറയുന്നത്. ഏത് കാര്യത്തിലൂടെ ചിന്തിച്ചാലും റബ്ബിനെ കണ്ടെത്താം. ആ റബ്ബുണ്ട് എന്ന് മനസ്സിലായാൽ ആ റബ്ബ് പറയുന്ന കാര്യം നമ്മളങ്ങ് വിശ്വസിക്കൽ നിർബന്ധമാണ്. അങ്ങനെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു പറയുന്ന ആ കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരും. അതാണ് ഐനുൽ യഖീൻ ഒരർത്ഥം. 2, അള്ളാഹു ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടി തെളിവ് നൽകുകയാണ് ഇത് പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ. ഇപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചു. ആ അള്ളാഹു നിയോഗിച്ചതാണ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കത് വിശ്വസിക്കാം. എന്നാൽ പിന്നെയും എന്തിനാണ് ഈ മുഅ്ജിസത്തുകളും തെളിവുകളും ഒക്കെ പറയുന്നത്? അത് ആ പ്രാപഞ്ചിക തെളിവുകളിലൂടെ, ആ മുഅ്ജിസാത്തുകളിലൂടെ അള്ളാഹു ഉണ്ട് എന്ന് ഒന്നും കൂടി കൂട്ടി ഉറപ്പിക്കാനാണ് അല്ലേ? അതാണ് യഖീനിയായ ഇൽമ് എന്ന് പറയുന്നത്. അപ്പോൾ അറിവ് നമ്മളിപ്പോൾ എന്തിനാപ്പോൾ ഇതൊക്കെ പറഞ്ഞത്? കല്ലാ സൗഫ തഅലമൂൻ, വഴിയെ ഉറപ്പായിട്ടും നിങ്ങൾ അറിയുക തന്നെ ചെയ്യും, നിങ്ങൾക്ക് ഇൽമുണ്ടാവും. അപ്പം ഇൽമ് എന്ന് പറയുമ്പോൾ ലോകത്ത് പല ജാതി ഇൽമുണ്ട്. ശക്കും ലന്നും ഒക്കെ ഇൽമ തന്നെയാണ്. യക്കീനും ഇൽമാണ്. ആ ഇൽമിൻ്റെ കൂട്ടത്തിൽ കണ്ണോട് കാണുന്നതുണ്ട്, അതേപോലെ അനുഭവിച്ചറിയുന്നതും ഉണ്ട്. ഇതൊക്കെ എവിടുന്ന് ഉണ്ടാവുള്ളൂ? അള്ള പറയുന്ന നരകവും സ്വർഗവും ഒക്കെ നമുക്ക് എവിടുന്ന് അനുഭവിച്ചറിയാൻ പറ്റുള്ളൂ? പരലോകത്ത് വെച്ചേ അറിയാൻ പറ്റുള്ളൂ. ഇനി യക്കീനിയായ ഇൽമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ ലഭിക്കും. ഒന്ന്, നമുക്കുള്ളതുപോലെ ഒരു പ്രശ്നം വരുമ്പോൾ ഒരിക്കലും അവർക്ക് എന്തുണ്ടാവില്ല? ഒരു വെപ്രാളം ഉണ്ടാവില്ല, അവർക്കൊരു അസ്വസ്ഥത ഉണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിൽ ചെറിയ വിരലിന് എന്തെങ്കിലും പറ്റുമ്പോൾക്ക് നമുക്ക് അസ്വസ്ഥതയാണ് അല്ലേ? അതിൻ്റെ രോഗമായിരിക്കുമോ? ഇതിൻ്റെ അവസാനം ആവാനുള്ള രോഗമാണോ? ഇതിൻ്റെ തുടക്കമാണോ? ഇങ്ങനെ മനുഷ്യന് അസ്വസ്ഥതകളും പിന്നെ ആവലാദികളും വേവലാദികളും കൊണ്ട് നിറഞ്ഞ് അവൻ്റെ മനസ്സിങ്ങനെ മീൻ പെടയുന്നത് പോലെ ഇങ്ങനെ പെടയുന്നത് കാണാം. എന്തുകൊണ്ടാണത്? യക്കീനിയായ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. യക്കീനിയായ വിശ്വാസം ഉണ്ട് എങ്കിൽ എന്ത് മുസീബത്ത് ദുനിയാവിൽ വന്നാലും അതൊക്കെ നിസ്സാരമായി കാണാൻ സാധിക്കും എന്നതാണ് ഒരു പാഠം നമുക്കതിൽ പഠിക്കാനുള്ളത്. ഒരു യക്കീനിയായ വിശ്വാസം. അതുകൊണ്ടാണല്ലോ ആലോചിച്ച് നോക്കി നിങ്ങൾ, പിന്നെ നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് കപ്പലുണ്ടാക്കാൻ പറയില്ലേ ഉണ്ടല്ലേ? നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു തആല കപ്പലുണ്ടാക്കാൻ പറയുന്നുണ്ട്. വസ്ന ഇൽ ഫുൽക ബിഅയുനിന, നമ്മുടെ മേൽനോട്ടപ്രകാരം നൂഹ് നീ കപ്പലുണ്ടാക്കുക. വഹീന, നമ്മുടെ നിർദ്ദേശപ്രകാരം. വലാ തുഖാത്തിബിനി ഫില്ലദീന വലമൂ, പിന്നെ ഇന്നഹും മുഗ്റഖൂൻ, ആ അക്രമികളായ ആളുകളുടെ കാര്യത്തിൽ നീ എന്നോട് സംസാരിക്കരുത്. അവർ കൊല ചെയ്യപ്പെടും, അവർ വധിക്കപ്പെടുക തന്നെ ചെയ്യും, മുക്കിക്കൊല്ലും എന്ന് അള്ളാഹു തആല പറയുന്നുണ്ട്. അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാം കപ്പലുണ്ടാക്കുന്നു അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം. ആ കപ്പലുണ്ടാക്കുമ്പോൾ വയസ്നഉൽ ഫുൽക വകുല്ലമാ മർറ അലൈഹി മലഉം മിൻ ഖൗമി, ആ നാട്ടിലെ പ്രമാണിമാരായ ആളുകൾ ആ നൂഹ് നബി അലൈഹി സ്വലാം കപ്പലുണ്ടാക്കുമ്പോൾ അതിൻ്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ സഖിറു മിൻകും, ആ പ്രമാണിമാരായ ആളുകൾ ഇങ്ങനെ പരിഹസിക്കുന്നുണ്ട്. ഖാല, അപ്പം നൂഹ് നബി അലൈഹി സ്വലാം പറയുന്ന ഒരു ഇതുണ്ട്, ഇൻ തസ്ഖറു മിന്ന, ഇന്ന് നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുന്നുവെങ്കിൽ ഫ ഇന്നാ നസ്ഖറു മിൻകും കമാ തസ്ഖറൂൻ, ഇന്ന് നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുന്നത് പോലെ നാളെ അവിടെ വെച്ച് നമ്മൾ നിങ്ങളെ പരിഹസിക്കും എന്ന് പറയും. ഇവിടെ നമ്മുടെ വിഷയം നൂഹ് നബിനോട് കപ്പലുണ്ടാക്കാൻ പറഞ്ഞ, നൂഹ് നബി ജനിച്ച സ്ഥലത്ത് വല്ല പിന്നെ ആ പ്രദേശത്ത് വല്ല കടലോ പുഴയോ ആറോ എന്തെങ്കിലും ഉണ്ടോ? വെള്ളസ്ഥലമുണ്ടോ? ഇല്ല. ഈ വെള്ളസ്ഥലമൊന്നും ഇല്ലാത്ത സ്ഥലത്താണ് നൂഹ് നബിനോട് കപ്പലുണ്ടാക്കാൻ പറയുന്നത്. അപ്പം മനുഷ്യൻ്റെ ബുദ്ധി അതിലൂടെ അങ്ങനെ കപ്പലുണ്ടാക്കുമ്പം, ഒരു മരുഭൂമിയിൽ ഇങ്ങനെ കപ്പലുണ്ടാക്കുമ്പോൾ എന്തിനാപ്പം ഈ മരുഭൂമിയിൽ അടുത്തൊന്നും വെള്ളമില്ല, വളരെ ദൂരെയാണ് വെള്ളമുള്ള സ്ഥലം, പിന്നെ എന്തിനാ അവിടെ കപ്പലുണ്ടാക്കണത് എന്ന്
ആ അടുത്തുകൂടെ നടന്നു പോകുന്ന ആളുകൾ പരിഹസിക്കാറുണ്ട്. ആ പരിഹാസത്തെ പറ്റിയാണ് നൂഹ് നബിയുടെ കാലഘട്ടത്തെ പ്രമാണികർ നൂഹ് നബിനെ ഇങ്ങനെ പരിഹസിച്ച് ആ പ്രവാചകന് സഹിക്കവയ്യാതായപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കാണ്. എന്താ? അല്ലാഹുവേ ഫദഅ റബ്ബഹു അന്നി മഗ്ലൂബുൻ. ഇവരുടെ വാക്ക് കേട്ട് ഇവരുടെ ഈ പരിഹാസം കേട്ട് ഞാൻ പരാജയപ്പെടാൻ പോവാണ് ജനങ്ങളുടെ മുമ്പിൽ. അതുകൊണ്ട് പടച്ചോനെ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞപ്പോഴാണ് അല്ലാഹു തആല ആകാശത്തിൻ്റെ ഗേറ്റുകൾ അവിടുന്ന് ഇങ്ങനെ തുരുതുരാ കുത്തിച്ചൊരിയുന്ന മഴയും താഴ് ഭാഗത്ത് നിന്ന് ഉറവുകളുമായിട്ട് വെള്ളം അങ്ങോട്ട് കൂടി. അപ്പോഴാണ് ആ കപ്പലിൻ്റെ വില അവർക്ക് മനസ്സിലാവുന്നത്. അതിൽ നൂഹ് നബി അലൈഹി സ്വലാമിനെയും വിശ്വാസികളെയും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കപ്പലിൽ കയറ്റി രക്ഷപ്പെടുത്താൻ. അപ്പം ആലോചിച്ച് നോക്കൂ, ഇവിടെ ഈ പരിഹസിച്ചപ്പോഴൊക്കെ പ്രവാചകനായ നൂഹ് നബി അലൈഹി സ്വലാമിനെ ഈ കൊട്ടം മരുഭൂമിയിൽ ഇങ്ങനെ കപ്പലുണ്ടാക്കുക എന്ന് പറഞ്ഞ് പരിഹസിച്ചപ്പോഴൊക്കെ ആ നൂഹ് നബിക്കൊരു ഉറപ്പുണ്ട്, ഒരു യക്കീനുണ്ട്. എന്താ? അള്ളാഹ് എന്നെ സഹായിക്കും, അള്ളാഹു ആണ് എന്നോട് ഈ പറഞ്ഞത്, അതുകൊണ്ട് ആ അള്ളാഹു എന്നെ കൈവിടില്ല. ആര് പരിഹസിച്ചാലും, ആര് ഞാൻ എത്ര പൊട്ടനാണെന്ന് പറഞ്ഞാലും, എന്ത് വിഡ്ഢിയാണെന്ന് പറഞ്ഞാലും റബ്ബിൻ്റെ തീരുമാനമാണ്, റബ്ബിൻ്റെ ഇതാണ് എന്ന ആ ഉറച്ച വിശ്വാസം ഒരു മനുഷ്യനുണ്ടാകുമ്പോൾ ആര് പരിഹസിച്ചാലും എന്തുണ്ടാവില്ല, ഒരു പ്രശ്നവും വരൂല, അല്ലേ? ഇതാണ് യക്കീനിയായ വിശ്വാസം കൊണ്ട് ഒരാൾക്ക് ലഭിക്കുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീകുണ്ടാരത്തിലിട്ട സംഭവമൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, അല്ലേ? ഒക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ആ സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചോദിക്കേണ്ട എന്തെങ്കിലും ഹെൽപ്പ് വേണോ, അല്ലേ? എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? അലക്ക ഹാജായ ഇബ്രാഹിം നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ജിബ്രീൽ എന്ന മലക്ക് വരുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞ മറുപടി എന്താ? ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ. എനിക്ക് ഇന്ന ഹെൽപ്പ് വേണം എന്ന് ജിബ്രീൽ അലൈഹി സ്വലാമിനോട് ആര് പറഞ്ഞില്ല? ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞില്ല. കാരണം റബ്ബാണ് ഇതിൻ്റെ പിന്നിൽ, അതുകൊണ്ട് ആ റബ്ബെന്നെ രക്ഷിക്കും, അല്ലേ? ആ റബ്ബെനിക്ക് മതി എന്ന ആ യക്കീനിയായ വിശ്വാസമുണ്ടായപ്പോൾ അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ആ തീയിനെ എന്താക്കി അല്ലാഹു തആല അത് തണുപ്പാക്കി കൊടുത്തു. ആ തീയിൻ്റെ ആ സ്വഭാവം, കരിച്ചു കളയുക എന്നുള്ള സ്വഭാവം അള്ളാഹു നീക്കിക്കളഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ഒരുപാട് ചരിത്ര സംഭവങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ യക്കീനിയായ ലതറവുന്നൽ ജഹീം, പിന്നെന്താണ് സുമ്മ ലതറവുന്നഹ ഐനൽ യഖീൻ എന്ന് പറഞ്ഞില്ലേ, ആ യക്കീനിയായ ആ അറിവ്, ആ വിശ്വാസം മനുഷ്യന് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും രക്ഷ നൽകും എന്നുള്ളതാണ്. പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കത്ത് ഖുറൈശികൾ മുശ്രിക്കുകളൊക്കെ ഇങ്ങനെ ഉപദ്രവിച്ച് പീഡിപ്പിച്ച് അങ്ങനെ ഇവിടേക്ക് പോകണ്ടല്ലോ, ഹിജ്റ പോകണ്ടല്ലോ. ആ ഹിജ്റ പോകുമ്പോൾ ഒളിച്ചിരുന്ന ഒരു സ്ഥലമില്ലേ, എന്താണ്? ആ ഗുഹയിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുമ്പോൾ ശത്രുക്കൾ തെരഞ്ഞു വരുന്നുണ്ടല്ലോ. ശത്രുക്കൾ ഇങ്ങനെ തെരഞ്ഞു വരുമ്പോൾ താഴോട്ട് നോക്കിയാൽ ആരുണ്ട് കൂടെ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറും ഉണ്ട് ആ ഗുഹയിൽ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, എന്താ? ആ ശത്രുക്കൾ ഇതാ അവരുടെ കാലടി ശബ്ദം കേൾക്കുന്നു, അവരെങ്ങാനും താഴോട്ട് നോക്കിയാൽ നമ്മളെപ്പോൾ പിടികൂടും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി അബൂബക്കർ റളിയല്ലാഹു അൻഹു ആശ്വസിപ്പിക്കണം, എന്താ? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, ഒരിക്കലും ഇനി ദുഃഖിക്കരുത്, അള്ളാഹ് നമ്മുടെ കൂടെ ഉണ്ട്. അള്ളയാണ് നമ്മോട് ഹിജ്റ പോകാൻ പറഞ്ഞിട്ടുള്ളത്, ആ അള്ളാഹു നമ്മളെ രക്ഷിക്കും എന്ന ആ യക്കീനിയായ ആ വിശ്വാസം ഉള്ളത് കൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു തആല രക്ഷപ്പെടുത്തുകയാണ്. അപ്പോൾ ആ വിശ്വാസമാണ് നമുക്കൊക്കെ ഉണ്ടാകുക. മഹാനായ മൂസാ നബി അലൈഹി സ്വലാം കൂട്ടരും ചെങ്കടൽ കടന്നു പോകണ്ടല്ലോ. അപ്പോൾ ചെങ്കടലിൻ്റെ അടുത്തെത്തുമ്പോൾ പിന്നാലെ ആരുണ്ട്? ഫിർഔനും കൂട്ടരുണ്ട്. ആ ഫിർഔനും കൂട്ടരും പിന്നാലെ വരുമ്പോൾ ആ മൂസാ നബീൻ്റെ അനുയായികൾ പറഞ്ഞു, ഇന്നാലെ മുദ്റക്കൂൻ, ഇതാ ഫിർഔൻ നമ്മളെ പിടികൂടാൻ പോവാണ് കേട്ടോ, നമ്മളെ വേക്കിൽ തന്നെ ഉണ്ട്, മുന്നിൽ രക്ഷപ്പെടാൻ കടലും നമുക്കൊരു രക്ഷയില്ല കേട്ടോ എന്ന് പറഞ്ഞപ്പം മൂസാ നബി അലൈഹി സ്വലാം തൻ്റെ അനുയായികളോട് എന്താ പറഞ്ഞത്? കല്ലാ ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ. ഒരിക്കലുമില്ല. ആ കല്ലാണ്ടിൽ ഞങ്ങൾ ഉറപ്പായിട്ടും
കല്ല, ഉറപ്പായിട്ടും എൻ്റെ കൂടെ എൻ്റെ രക്ഷിതാവുണ്ട്. ആ റബ്ബ് എനിക്കൊരു മാർഗം കാണിച്ചു തരും. ആ റബ്ബ് കാണിച്ചു കൊടുത്ത മാർഗമാണ് കയ്യിലുള്ള വടിയടിക്കാനും. അങ്ങനെ അത് എന്തായി, 2 ഭാഗമായി തിരിഞ്ഞു പോകുന്നു. പിന്നെ വെള്ളം 2 ഭാഗത്തേക്ക് വെക്കുന്നു. മൂസാ നബി അലൈഹി സ്വലാമിനും കൂട്ടരും ആ കടൽ കടന്നു പോകുന്നു. മറ്റുള്ളവരയിലെ മുക്കി നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പം ആ യക്കീനിയായ ആ വിശ്വാസമാണ് മൂസാ നബി അലൈഹി സ്വലാമും ലോകത്തെ പഠിപ്പിക്കുന്നത്, അല്ലേ? മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ആദ്യം തന്നെ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ പിന്നെ ആ കുട്ടിൻ്റെ ഉമ്മനെയും ഹാജറ ബീബിയെയും ഇസ്മായിൽ നബിയും ഇവിടെ കൊണ്ടാക്കുന്നത് മക്കത്ത് കൊണ്ടാക്കുന്നുണ്ടല്ലോ. അന്ന് മക്കത്ത് വല്ല കൃഷിയുണ്ടോ? ഒന്നുമില്ല. കുടിക്കാൻ വെള്ളമുണ്ടോ? ഒന്നുമില്ല. കൃഷിയുമില്ല, കുടിക്കാൻ വെള്ളമില്ല. മോൾന്ന് സൂര്യപ്രകാശം കൊണ്ട് കറുകറുത്ത പാറകൾ, സൂര്യൻ്റെ വെയിലേറ്റുകൊണ്ട് കറുകറുത്ത പാറകളാണ് അവിടെ ഉള്ളത്, അല്ലേ? ഒരു കൃഷി പോലും ഇല്ല, കുടിക്കാൻ വെള്ളം പോലും ഇല്ല. ആ സ്ഥലത്ത് കൊണ്ടുപോയാക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിച്ചു പോരുന്നുണ്ടല്ലോ. തിരിച്ചു പോരുമ്പോൾ ഹാജറ ബീബി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത് അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചതാണ്. ആ അള്ളാഹു അമറക്ക ബിഹാദ, അല്ല ഇബ്രാഹിമേ, ഇത് അള്ളാഹു കൽപ്പിച്ചതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ എന്ന് ഇബ്രാഹിം നബി മറുപടി പറയുമ്പോൾ ഇതൻ ലാ അള്ളാഹു നമ്മളെ പാഴാക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ആ ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് റബ്ബാണോ ഇബ്രാഹിമെ നിന്നോടിത് കൽപ്പിച്ചത് എന്ന് ചോദിക്കാനും, ആ റബ്ബിൻ്റെ തീരുമാനമാണെങ്കിൽ നമുക്ക് രക്ഷ ലഭിക്കും എന്ന ആ യക്കീനായ ആ അറിവും ആ വിശ്വാസവും ആ ഹാജറ ബീബിക്ക് ലഭിച്ചത് അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുങ്ങൾ, ഈ ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയാണ് അവിടെ സംസം ഉണ്ടാവേണ്ടത്. ഒക്കെ നീണ്ട ചരിത്രമാണ്. ആ ഹാജറ ബീവിയും പിന്നെ ഇസ്മായിൽ നബിയും ഒക്കെ ആ സംസത്തിൽ നിന്ന് പിന്നെ എന്തെങ്കിലും വെള്ളം കുടിക്കണതും ഒക്കെ ആ ചരിത്രത്തിൻ്റെ ഇതായിട്ടാണ്. അള്ളാഹു നമ്മളൊരിക്കലും കൈവിടുകയില്ല എന്നുള്ളത്. ഇതാണ് ജീവിതത്തിലൊക്കെ നമുക്ക് വേണ്ടത്. മക്കാ മുശ്രിക്കുകളോട് ഒരിക്കൽ അബൂജഹലും കൂട്ടരൊക്കെ വന്നിട്ട് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാലഘട്ടത്തിൽ അന്ന് മക്കത്ത് നിന്ന് ഒരു രാത്രി കൊണ്ട് ഫലസ്തീനിൽ പോയി തിരിച്ചു വന്ന ഇസ്രാ മിറാജ് സംഭവമല്ലേ? ആ ഇസ്രാ മിറാജ് സംഭവം കേട്ടപ്പോൾ ആ കാലഘട്ടത്തിൽ 3 മാസം സഞ്ചരിക്കണം അങ്ങോട്ട് എത്താൻ തന്നെ, അല്ലേ? ആ ഒറ്റ രാത്രി കൊണ്ട് തിരിച്ചു വരികയാണ്. ഇന്നത്തെ പോലെ ഫ്ലൈറ്റുകളൊന്നും അന്നില്ല ഉണ്ടോ? ആ കാലഘട്ടത്താണ് ഒറ്റ രാത്രി കൊണ്ട് പോയി തിരിച്ചു വരുന്നത്. ഇത് കേട്ടപ്പോൾ മുശ്രിക്കുകളൊക്കെ കളിയാക്കാൻ തുടങ്ങി. അല്ല, മുഹമ്മദ് ഒരൊറ്റ രാത്രി കൊണ്ട് ഫലസ്തീനിലെ മസ്ജിദുൽ അക്സായിൽ പോയി അവിടുന്ന് ആകാശാരോഹണം നടത്തി തിരിച്ചു വന്നാലോ എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവോട് കളിയാക്കി പറഞ്ഞപ്പം മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ അത് സത്യമാണ്. ഇൻകാല ദാലിക ഫഖദ് സദഖന, മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയും. എങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയും? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യമേ പറയൂ, അള്ളാഹുവിൻ്റെ വഹി അനുസരിച്ചേ സംസാരിക്കൂ എന്ന ആ ദൃഢമായ ഇൽമുൽ യഖീൻ ഉള്ളത് കൊണ്ടാണ് ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു അത് അങ്ങനെ പറയാൻ പിന്നെ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഹുദൈബിയ സന്ധിയിലെ മറ്റൊരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പിന്നെ മദീനത്ത് നിന്ന് പിന്നെ മക്കത്തേക്ക് ഉംറ ചെയ്യാൻ പോവുക. ഉംറ 400-500 കിലോമീറ്റർ താണ്ടി അവിടെ എത്തിയപ്പം ഖുറൈശികൾ എന്ത് പറഞ്ഞു? കൊല്ലങ്ങൾ ഉംറ ചെയ്യാൻ പറ്റൂല, നിങ്ങൾ തിരിച്ചു പോയിക്കോളി, അടുത്ത കൊല്ലം നിങ്ങൾ ഉംറ ചെയ്തോളി. അപ്പം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കൂട്ടത്തിലുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ധീരനാണ്. ഉമർ ചോദിച്ചു, അല്ല അള്ളാഹുവിൻ്റെ റസൂലെ, താങ്കൾ അള്ളാഹുവിൻ്റെ റസൂലല്ലേ? റസൂലുള്ള പറഞ്ഞു, അതെ അള്ളാഹുവിൻ്റെ റസൂലാണ്. എങ്കിൽ എന്തിനാണ് നമ്മളിങ്ങനെ നീചന്മാരായി മടങ്ങുന്നത്? നമുക്ക് യുദ്ധം ചെയ്ത് മരിച്ചാൽ നമുക്ക് സ്വർഗം കിട്ടൂലേ? അവർക്ക് നരകമല്ലേ കിട്ടണത്? അതുകൊണ്ട് എന്തിനാ നമ്മൾ പോരാടാതെ പിന്നെ നീചനായി മടങ്ങണത്? നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒരു കരാറിൽ ഒപ്പിടുന്നത്? ഹുദൈബിയ കരാർ എന്ന് പറയുന്ന ഒരു കരാറുണ്ടല്ലോ, ആ കരാർ മുഴുവൻ മുസ്ലിങ്ങൾക്കെതിരാണ്. എന്ന് പറഞ്ഞാൽ ഇക്കൊല്ലങ്ങൾ പിന്നെ ഉംറ ചെയ്ത് നിങ്ങൾ തിരിച്ചു പോകണം, അടുത്ത കൊല്ലം നിങ്ങൾക്ക് ഉംറ ചെയ്യാം. അതേപോലെ മക്കത്ത് നിന്ന് മദീനയിലേക്ക് ആരെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വരികയാണെങ്കിൽ നിങ്ങൾ തിരിച്ചയക്കണം, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും മക്കത്തേക്കൊന്ന് ഞങ്ങൾ പിടിച്ചു വെക്കും ചെയ്യും എന്നൊക്കെ കരാർ ഒപ്പിട്ട് കൊടുക്കണം. ഇതൊക്കെ സഹാബിമാരെ സംബന്ധിച്ചിടത്തോളം, ഉമർ റളിയല്ലാഹു അൻഹു പോലുള്ള സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയൂലത്, അല്ലേ? അതുകൊണ്ടാണ് നമുക്ക് യുദ്ധം ചെയ്ത് ധീരനായി മരിച്ചുകൂടെ? മരിച്ചാൽ നമുക്ക് സ്വർഗല്ലേ? എന്തിനാ ഈ ശത്രുക്കളുടെ മുമ്പിൽ നമ്മൾ നീചരായി നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മഹാനായ അബൂബക്കർ വന്ന് തല തടവിക്കൊണ്ട് അത് പറയുന്നത് നബിയാണ്.
ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ പിന്നെ ആശ്വസിപ്പിക്കുകയാണ്. ആ ആശ്വാസം അന്നെങ്ങാനും ഉമർ അത് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ പിന്നീട് പിറ്റത്തെ കൊല്ലം എന്താവുകയാണ്, ആ സന്ധി അനുസരിച്ച് മക്ക മുസ്ലിങ്ങളുടെ അധീനത്തിൽ വരികയാണ്. അവർ വളരെ സുഖസുന്ദരമായി അവിടെ ഉംറ നിർവഹിക്കുകയാണ്. പിന്നെ മുസ്ലിങ്ങളുടെ അധീനത്തിലേക്ക് ആ കഅബയും മക്കയും ഒക്കെ വരുന്ന ചരിത്രമാണ്. അപ്പം കുറച്ച് വെയിറ്റ് ചെയ്യാൻ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാവും എന്ന ആ ദൃഢവിശ്വാസം, ആ യക്കീനിയായ വിശ്വാസം, അത് നബിൻ്റെ അഭിപ്രായ പ്രകാരം പറയുന്നതല്ല, അള്ളാഹുവിൻ്റെ വഹി അനുസരിച്ച് പറയുന്നതാണ്. ഇതാണ് എന്ത് പറയുന്നത്, ഇൽമുൽ യഖീൻ എന്ന് പറയുന്നത്. ആ ഇൽമുൽ യഖീനുള്ള ഒരാൾ പിന്നീട് ആ വിശ്വാസത്തോടു കൂടി അയാൾ പ്രവർത്തിക്കുമ്പോൾ അയാളുടെ കണ്ണുകൊണ്ട് അയാൾ വിശ്വസിച്ച ആ കാര്യം കാണാൻ പറ്റും എന്നുള്ളതാണ് ഐനുൽ യഖീൻ എന്ന് പറയുന്നത്. അത് അനുഭവിക്കുക തന്നെ ചെയ്യും. ആ സ്വർഗമാണെങ്കിൽ സ്വർഗം, നരകമാണെങ്കിൽ നരകം, അത് അനുഭവിക്കുക തന്നെ ചെയ്യും എന്നുള്ളതിനാണ് ഐനുൽ യഖീൻ എന്ന് പറയുന്നത്, അല്ലേ? ഇനിയും ഒരുപാട് ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ കാണാം. ഒരു മാതാവ് എന്നുള്ള നിലയ്ക്ക് ഒരു കുഞ്ഞിനോടുണ്ടാവുന്ന കനിവും ഒരു മാതാവ് മരിച്ചാൽ പോലും തൻ്റെ കുഞ്ഞിനെ കൈവെടിയോ ഇല്ല. മൂസാ നബി അലൈഹി സ്വലാം ജനിക്കുന്ന സമയത്ത് ഒരു നിയമമുണ്ട് ആ നാട്ടിൽ, ഈജിപ്തിൽ. എന്താ ഉള്ളത്? ഫിർഔൻ പാസാക്കിയ നിയമം എന്താ? ആൺകുട്ടികളെയൊക്കെ കൊല ചെയ്യണം, പെൺകുട്ടികളെ മാത്രം ജീവിക്കാൻ അനുവദിക്കും എന്ന ആ സമയത്താണ് മൂസാ നബിയുടെ ജനനം ഉണ്ടാവുന്നത്. സ്വാഭാവികമായും ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പേടിയാണ്, വെപ്രാളമാണ്. പക്ഷേ അള്ളാഹു താല മൂസാ നബിയുടെ ആ മാതാവിന് അള്ളാഹു താല തോന്നിപ്പിച്ചു കൊടുക്കുകയാണ്, ഇൽഹാം കൊടുക്കുകയാണ്, വഹിയിലേക്ക് ലഭിക്കുകയാണ്. എന്താ, ഇങ്ങനെ ഫിർഔനിൻ്റെ ഈ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കടലിൽ ഒഴിക്കാനും, അങ്ങനെ ആ കുഞ്ഞിനെ ആര് എടുക്കുകയാണ്? ഫിർഔനും ആ ഫിർഔനിൻ്റെ ഭാര്യയും കണ്ടെത്തുകയും അവരുടെ കൊട്ടാരത്തിൽ തന്നെ വളരുകയും ചെയ്യാം. പിന്നീട് ആ കുട്ടിയെ നിനക്ക് തന്നെ തിരിച്ചു തരും എന്ന് ആര് പറയുന്നുണ്ട്? അള്ളാഹു താല പറയുന്നുണ്ട്. അങ്ങനെ അതിന് മുല കൊടുക്കാൻ വേണ്ടി, പാല് കൊടുക്കാൻ വേണ്ടി ഈ ഉമ്മയെ തന്നെ ആ കൊട്ടാരത്തിലേക്ക് വിളിക്കുന്ന സംഭവം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മളെ വിഷയം, ഒരു മാതാവ്, പ്രത്യേകിച്ചും ഒരു പെണ്ണ് എന്നുള്ള നിലക്ക് സ്വന്തം ജനനം നൽകിയ ആ കുഞ്ഞിനെ ഒരു പുഴയിലൊഴുക്കുക അല്ലെങ്കിൽ ഒരു കടലിലൊഴുക്കുക എന്ന് പറയുന്നത് സഹിക്കാൻ കഴിയില്ല. അള്ളാഹുവിലുള്ള ദൃഢവിശ്വാസം, അള്ളാഹുവാണ് എന്നോട് കൽപ്പിച്ചത്, ആ അള്ളാഹു ആ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരും എന്ന ആ വിശ്വാസത്തോടു കൂടി ചെയ്യുമ്പോൾ എന്തുണ്ടാവും? അതാണ് ഇൽമുൽ യഖീൻ എന്ന് പറയുന്നത്. ലോകത്ത് നമുക്ക് നഷ്ടപ്പെട്ടതും അതാണ്. നമ്മളൊക്കെ വിശ്വാസികൾ എന്ന് പറയും, യഖീനായൊരു വിശ്വാസം നമുക്കുണ്ടാവില്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളെന്താവും? നമ്മളൊക്കെ വെപ്രാളപ്പെടും. എന്തുകൊണ്ടാണ് ഈ വെപ്രാളം ഉണ്ടാവുന്നത്, ഈ അസ്വസ്ഥത ഉണ്ടാവുന്നത്? നിങ്ങൾ ഫലസ്തീനിലേക്കൊക്കെ ഒന്ന് ആലോചിച്ചൊക്കെ, അത് ഇങ്ങനെ കാണുമ്പോൾ നമ്മളവിടെ നിൽക്കുമോ? നമ്മൾ ഓടി രക്ഷപ്പെടും. ആ ഫലസ്തീൻ മക്കൾ ഓൾക്ക് ഓടി രക്ഷപ്പെടാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാണ്. കുറച്ചൊക്കെ എല്ലാവർക്കും രക്ഷപ്പെട്ടുകൂടെ? എന്താ അവർ ആ പീരങ്കിൻ്റെ മുകളിലും അവിടെ നിന്നു കൊടുക്കുന്നത്? അത് ആ മാതാപിതാക്കൾ പഠിപ്പിച്ച വിശ്വാസമാണ്. എന്താ, എന്ത് തന്നെ വന്നാലും ഇതല്ല ജീവിതം, ഇതിന് ശേഷം മറ്റൊരു ജീവിതമുണ്ട്, അവിടെ സ്വർഗം ലഭിക്കും എന്ന ആ ഉറച്ച വിശ്വാസം ഉണ്ടാകുമ്പോഴേ ഏത് പ്രതിസന്ധികളുടെ മുന്നിലും ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന ഒരു പാഠം ഇത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അൽഹാക്കുമുത് തകാസുർ ഹത്താ സുഖ്തുമുൽ മകാബിർ, പിന്നെ പറഞ്ഞെന്താ, കല്ലാ, ഉറപ്പായിട്ടും സൗഫ തഅലമൂൻ, വഴിയെ നിങ്ങൾ അറിഞ്ഞുകൊള്ളും. എന്തറിയാ? ഇങ്ങനെ ഒരു വിചാരണയുണ്ട്, ഒരു പരലോകമുണ്ട്, അവിടെ ഹിസാബുണ്ട്, ഈ ദുനിയാവ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കവാടം കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഇതുണ്ട്, അത് നിങ്ങൾ കാണുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കാനുള്ള കാരണം അതാണ്. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലാക്കാം നമുക്ക്. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. കൊടുത്തില്ല ഇല്ലല്ലേ?